ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVSലെ ഫസ്റ്റ് യൂണിറ്റായ ഗ്രീൻ എർത്തിലെ മറ്റൊരു പാട്ടാണ്. എല്ലാ കുട്ടികളും പേജ് നമ്പർ 15 എടുക്കുക. അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പ്ലാൻ പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, അതായത് സസ്യത്തിൻ്റെ ഭാഗങ്ങളും ആൻഡ് ഫങ്ഷൻസ് അതിൻ്റെ ധർമ്മങ്ങളും. എന്തിനാണ് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതിനൊക്കെ എന്തൊക്കെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന്. വൈ ഡസ് എ പ്ലാൻ ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രം നോക്കുക. ഇവിടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ് ഇൻ എ സ്റ്റാൻഡ്. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം വേണ്ട. കീപ് 3 ക്ലിയർ വീഡ് പ്ലാന്റ്സ് മഷിത്തണ്ടു of the same size and undamaged roots in sunlight for 10 minutes and then keep them in separate test tube. അതായത് വേര് പൊട്ടിപ്പോകാത്തത്, അൺഡാമേജ്ഡ് ആയിട്ടുള്ള സെയിം സൈസിലുള്ള ഒരേ വലുപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്തിട്ട് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. Keep the test tube in a place where they can get sunlight. സൂര്യപ്രകാശത്തിൽ വേണം അത് വയ്ക്കാൻ 10 മിനിറ്റ്. Observe the changes happening to the plants and the water in the test tube. ചെടികളും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. What changes can you see? എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? What happened to the plant in the test tube without water? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്താണ് സംഭവിച്ചത്? What is the reason? കാരണം എന്തായിരിക്കാം? How did the color of the plant's stem in the second test tube changes? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയത് എങ്ങനെയാണ്? റെഡ് കളർ ആയിട്ടുണ്ടാവും. എങ്ങനെയാണ്? What is the role of the root in these changes? ഇതിൽ വേരിൻ്റെ പങ്ക് എന്താണ്? റൈറ്റ് യുവർ ഫൈൻഡിങ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ ഡയറി, പരിസര പഠന പുസ്തകത്തിൽ നോട്ട് ബുക്കിൽ എഴുതുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ്. അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. തൊട്ട് താഴെ അവിടെ ഒരു ബ്ലൂവിൽ ഇങ്കിൽ കാണാം. എന്താണ്? പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ്. ചെടികൾക്ക് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലകളിൽ വെച്ചിട്ടാണ്, അല്ലേ? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അവിടെ വളർച്ചയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്നു. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതേഴ്സ് ഓർഗാനിസം യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. അത് മറ്റു ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. ഡു യു നോ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? ലെറ്റ്സ് നോ ഓൾ ദീസ്. അതായത് സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പ്രധാനമാണോ? ഇതറിയാനായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ബുക്കിലേക്ക് കുട്ടികൾ എഴുതിയെടുക്കുക. എക്സ്പെരിമെൻ്റ് ഇൻസ്ട്രക്ഷൻസ്, പരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത്, പ്ലേസ് 3 ഗ്ലാസസ് ഓഫ് സെയിം സൈസ് ഇൻ എ സീ. ഒരേ വലിപ്പമുള്ള 3 ഗ്ലാസ്സുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഫിൽ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് വാട്ടർ.
ഒന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുക. ഫിൽ ദ സെക്കൻഡ് ഗ്ലാസ് വിത്ത് റെഡ് കളർ. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. മാർക്ക് ദ വാട്ടർ ലെവൽ അടയാളപ്പെടുത്തുക. കീപ് ദ തേർഡ് ഗ്ലാസ് വിത്തൗട്ട് വാട്ടർ. മൂന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം വേണ്ട. കീപ് ദ 3 മഷിത്തണ്ട് പ്ലാന്റ് ഓഫ് സെയിം സൈസ് ആൻഡ് അൺഡാമേജ്ഡ് റൂട്ട്സ്. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുക്കുക. കീപ് ദ പ്ലാന്റ് ഇൻ സൺലൈറ്റ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് നേരം സൂര്യപ്രകാശത്തിൽ വയ്ക്കുക. കീപ് ദ പ്ലാന്റ്സ് ഇൻ ഈച്ച് ഗ്ലാസസ്. ചെടികൾ ഓരോന്നായി ഗ്ലാസ്സിൽ ഇറക്കി വയ്ക്കുക. കീപ് ദ ഗ്ലാസസ് ഇൻ എ പ്ലേസ് വെയർ ദ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. ഗ്ലാസുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് വാട്ടർ. ചെടികൾക്കും ഗ്ലാസ്സിലെ വെള്ളത്തിനുമുണ്ടാകുന്ന മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. അടുത്ത് നോക്കിക്കേ. ഫ്രണ്ട്സ്, ഐ ഓൾസോ ട്രൈഡ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ പരീക്ഷണം ഞാൻ ചെയ്തു നോക്കിയിൽ നിന്ന് ഐ ഹാവ് റിട്ടൺ എ നോട്ട് അബൌട്ട് വാട്ട് ഐ ഫൗണ്ട്. റീഡ് ദിസ്. എനിക്ക് കുറിപ്പായി എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളാണിത്. ഇത് നിങ്ങളെല്ലാവരും പരിസര പഠന പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങളുടെ പ്രാധാന്യം. സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ലഘു പരീക്ഷണം. മുൻപ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ടേക്ക് 3 empty glasses. 3 ഒഴിഞ്ഞ ഗ്ലാസ് എടുക്കുക. ഫിൽ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് വാട്ടർ. ഫിൽ ദ സെക്കൻഡ് ഗ്ലാസ് വിത്ത് റെഡ് കളർ വാട്ടർ. ഇൻ ദ സെയിം amount മാർക്ക് ദ ലെവൽ ഓഫ് വാട്ടർ. കീപ് ദ തേർഡ് ഗ്ലാസ് വിത്തൗട്ട് വാട്ടർ. ആദ്യത്തിൽ വെള്ളം എടുക്കുക, രണ്ടാമത്തേൽ റെഡ് കളർ വെള്ളം എടുക്കുക, മൂന്നാമത്തേൽ വെള്ളം വേണ്ട. എന്നിട്ട് അൺഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു മഷിത്തണ്ട് ചെടി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി അത് വെയിലത്ത് വെച്ച് ഉണക്കുക. അതിനുശേഷം അത് 3 ടെസ്റ്റ് ട്യൂബിലും ഇടാം അല്ലേ. നിക്ഷേപിക്കാം. ദെൻ കെപ്റ്റ് ദം ഇൻ 3 glasses. Kept the glass in place where they can get sunlight. I observed it. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ദ മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ഫസ്റ്റ് ഗ്ലാസ് വീക്കെൻഡ് ഡ്യൂ ടു ദ സൺലൈറ്റ് കുഡ് ബി സീൻ ആസ് ഇറ്റ്സ് ഓൾഡ് കണ്ടീഷൻ. അതായത് ഒന്നാമത്തെ മഷിത്തണ്ട് ചെടി വെയിലേറ്റ് വാടിയിരുന്നത് എന്തായിട്ടുണ്ടാവും? അത് പഴയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. രണ്ടാമത് ആ റെഡ് കളർ വാട്ടറിലുള്ള ടെസ്റ്റ് ട്യൂബിലുള്ള മഷിത്തണ്ട് ചെടി അതിൻ്റെ തണ്ടിലും ഇലകളിലുമൊക്കെ റെഡ് കളറായിട്ടുണ്ടാവും. മൂന്നാമത്തെ ഗ്ലാസ്സിൽ വാട്ടർ ഇല്ല അല്ലേ. അപ്പം എന്തായിട്ടുണ്ടാവും? ആകെ വാടിക്കരിഞ്ഞിട്ടുള്ള മഷിത്തണ്ട് ചെടി ഒന്നും കൂടി ഡ്രൈ ആയിട്ടുണ്ടാവും, അതിന് വെള്ളം കിട്ടാത്തതുകൊണ്ട്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ദ സ്റ്റെം ഓഫ് മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ഗ്ലാസ് കുഡ് ബി സീൻ ക്ലിയർലി ഇൻ റെഡ് കളർ ബിക്കോസ് ഓഫ് ദ റെഡ് കളർ വാട്ടർ. ദ മഷിത്തണ്ട് പ്ലാന്റ് in the third glass could be seen as dried. I can found that water is absorbed by root and sunlight is necessary for the growth of the plant. ധാരാണ് വലിച്ചെടുത്തത്? വെള്ളം റൂട്ടാണ് അല്ലേ. അപ്പം റൂട്ട് എന്താണ്? പ്ലാന്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണെന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. The food necessary for the plant is made in the leaves. This is used for their growth. The remaining food is stored in different parts of the plant. The fruits and tubers you see like that, they are used as food by many organisms. അതായത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കരുതി വയ്ക്കുന്നു. നിങ്ങൾ കാണുന്ന കായ്കളും കിഴങ്ങുകളുമൊക്കെ അങ്ങനെയുള്ളതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ദേ ആർ യൂസ്ഡ് ആസ് ഫുഡ് ബൈ മെനി ഓർഗാനിസം. അപ്പോൾ ധാരാളം ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു.
നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 16 മാച്ച് ദ ഫോളോയിങ്. സ്റ്റെം, ലീഫ്, റൂട്ട്. അതിൽ ദ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെമ്മിൻ്റെ ഡ്യൂട്ടി എന്താണ്? ക്യാരിയേഴ്സ് വാട്ടർ ആൻഡ് ന്യൂട്രീഷൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. അതായത് റൂട്ട്സ് വലിച്ചെടുക്കുന്ന വാട്ടർ, ജലവും ന്യൂട്രീഷൻസ്, പോഷകങ്ങളും അത് ലീവ്സിൽ, ഇലകളിൽ എത്തിക്കുക. അടുത്തത് ലീഫാണ്. പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ, ആഹാരം നിർമ്മിക്കുക. റൂട്ടിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു. നെക്സ്റ്റ്, അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻ റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. നമ്മൾ വളമായിട്ടൊക്കെ ഇട്ട് കൊടുക്കില്ല, ആ വളമൊക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? സസ്യത്തെ വളരാൻ സഹായിക്കുന്ന ആരാണ്? റൂട്ടാണ്, വേരാണ്. അപ്പോൾ 3 ഫങ്ഷൻസാണ്, 3 പ്ലാന്റ്സിൻ്റെ 3 പാർട്സും അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മളിവിടെ പഠിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വെറൈറ്റീസ് ഓഫ് ലീവ്സ് ആണ്. ഇലകളുടെ വൈവിധ്യം, അതായത് ഓരോ പ്ലാന്റ്സിൻ്റെ ഇലകളും വ്യത്യാസമുണ്ട് അല്ലേ? ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസണിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിയർ ലീവ്സ്. സ്കൂൾ ജൈവ വൈവിധ്യോദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കും. നമ്പർ, നെയിം ഓഫ് ദ പ്ലാന്റ്, ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് ആ പ്ലാന്റിൻ്റെ ഇലയുടെ ആകൃതി. ഡു ലീവ്സ് സ്മെൽ, ഇലകൾക്ക് മണമുണ്ടോ. കളർ ഓഫ് ദ ലീവ്സ്, ഇലകളുടെ കളർ എന്താണ്. ഇവിടെ തുമ്പയാണ് കൊടുത്തത്. തുമ്പയുടെ ഷേപ്പ് എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിങ്, അത് നീണ്ടു കൂർത്തതാണ്. ഡു ലീവ്സ് സ്മെൽ, അതിന് മണമുണ്ട് ഇലയ്ക്ക്. കളർ ഓഫ് ദ ലീവ്സ് എന്താണ്? ഗ്രീൻ ആണ്. രണ്ടാമത് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് മാംഗോ ട്രീ ആണ് അല്ലേ, മാവ്. അടുത്തത് ഷേപ്പ് ഓഫ് ദ ലീഫ്, അതിൻ്റെ മാവിൻ്റെ ഇല എങ്ങനെയാണ്? ലോങ് ആൻഡ് ടാപ്പറിങ്, നീളമുള്ളതാണ്, നീണ്ടു കൂർത്തത്. ഡു ലീവ് സ്മെൽ, മാവിൻ്റെ ഇലയ്ക്ക് എന്തുണ്ട്? സ്മെല്ലുണ്ട്. കളർ ഓഫ് ദ ലീവ്സ്, ഇല എന്താണ്? പച്ച കളർ, ഗ്രീനാണ്. അടുത്ത ലോട്ടസ് ആണ്, അതിൻ്റെ ഇല റൗണ്ട് ഷേപ്പാണ്, അതിൻ്റെ ലീവ്സിന് സ്മെല്ലില്ല, കളർ ഗ്രീനാണ്. അടുത്ത പ്ലാന്റെയിൻ, വാഴയാണ്. ലാർജ് ആൻഡ് ലോങ്, നീളമുള്ള, ദീർഘവൃത്താകൃതിയിൽ നീളമുള്ളതാണ്. ഡു ലീവ് സ്മെല്ല്, അതിന് മണമില്ല, അതിൻ്റെ കളർ എന്താണ്? ഗ്രീനാണ്. ഇത് കൂടാതെ കൂടുതൽ പ്ലാന്റ്സിൻ്റെ ലീവ്സ് കണ്ടെത്തി പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കുക. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾ ഈ ടേബിൾ പൂർത്തിയാക്കിയപ്പോൾ കണ്ടത്. ട്രൈ ടു റൈറ്റ് ദം ഡൗൺ, ഇവിടെ എഴുതി ചേർക്കുക. ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്, കളറിൽ വ്യത്യാസമുണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്പ്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ സൈസ്, അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ സ്മെൽ, സ്മെല്ലിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ദർ ഈസ് വെറൈറ്റി ഇൻ വെനേഷൻ, അതിൻ്റെ സിരാവിന്യാസം, ഇലകളിൽ കാണുന്ന ആ സിരാവിന്യാസത്തിന് വ്യത്യാസമുണ്ട്. ദർ ആർ തിക്ക് ആൻഡ് തിൻ ലീവ്സ്, കട്ടി കൂടിയ ഇലകളുമുണ്ട്, തിൻ ലീവ്സ്, കട്ടി കുറഞ്ഞ ഇലകളുമുണ്ട്. പ്ലേസ് ദ ലീവ്സ് അണ്ടർനീത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺസ്. ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കൂ. പാറ്റേണുകൾ നിരീക്ഷിക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി ലീഫ് ഫിഗേഴ്സ് ആണ്. സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രിയേച്ചർ മേഡ് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീവ്. ക്യാൻ യു മേക്ക് സിമിലർ ഫിഗർ? അതായത് വിവിധതരം ഇലരൂപങ്ങൾ, ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ, ഇതുപോലെ നിങ്ങൾക്ക് നിർമ്മിക്കാം.
ബ്രൈറ്റ് ഇൻ ഫ്ലവേഴ്സ് പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. എൻ്റെ പൂക്കൾ പറിക്കരുതേ. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാമാണ് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്? ഹൂ ആർ ബെനിഫിറ്റഡ്? ലിസ്റ്റ് ഔട്ട്. ഫസ്റ്റ് പൂക്കൾ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഫസ്റ്റ് എഴുതി. ബീസ് ഗെറ്റ് ഹണി, തേനീച്ചകൾക്ക് തേൻ ലഭിക്കുന്നു. ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഫ്ലവേഴ്സ്, പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്കളൊക്കെ ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സ് മേക്ക് us ഹാപ്പി, ഫ്ലവേഴ്സ് എന്ത് ചെയ്യുന്നു? നമുക്ക് സന്തോഷം തരുന്നു. വി യൂസ് ഫ്ലവേഴ്സ് ഫോർ ഡെക്കറേഷൻ, അലങ്കാരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ? ബൊക്കെ ഉണ്ടാക്കാനും അതുപോലെ മുല്ലപ്പൂമാല തലയിൽ ചൂടാനൊക്കെ ഉപയോഗിക്കുന്നു. ബേർഡ്സ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈസ് എക്സെട്ര യൂസ് ആസ് ഫുഡ്, പക്ഷികൾക്കും പ്രാണികൾക്കും പൂമ്പാറ്റകൾക്കൊക്കെ എന്താണ്? ഫുഡാണ് എന്ത്? പൂക്കൾ. വി യൂസ് സം ഫ്ലവേഴ്സ് ആസ് മെഡിസിൻ, കുറച്ച് അധികം പൂക്കൾ എന്താണ്? മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് ഹെൽപ്പ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ്, പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനുള്ള സൗകര്യം എന്ത് ചെയ്യുന്നു? പൂക്കൾ ഒരുക്കുന്നു അല്ലേ? പൂക്കൾ കുറേ കഴിയുമ്പോൾ ഉണങ്ങും, അത് വിത്താവും, ആ വിത്ത് നിലത്ത് വീണിട്ട് പുതിയ പുതിയ ചെടികളുണ്ടാവും. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള പൂക്കളെ പേരുകൾ എഴുതാനാണ് പറഞ്ഞത്. റോസ്, കണിക്കൊന്ന, ജാസ്മിൻ, 10 മണിപ്പൂവ്, സീനിയ ഫ്ലവർ, മാരിഗോൾഡ്. നെക്സ്റ്റ് പേജ് നമ്പർ 18 നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു, പൂക്കാത്ത ചെടികൾ, പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സസ്യങ്ങൾ അവിടെ തന്നിട്ടുള്ള പ്ലാന്റ്സിൽ ഫസ്റ്റ് ഫേൺസ് ആണ്, പന്നൽ ചെടി, ക്രിസ്മസ് ട്രീ, മോസ്, മന്തിൽപ്പച്ച, പായൽ എന്നൊക്കെ പറയുന്ന മോസ്. അടുത്തത് സൈക്കസ്, ഈന്ത്. ഇതൊന്നും എന്ത് ചെയ്യില്ല? നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, പൂക്കാത്തതാണ്. കൂടുതലുള്ള പ്ലാന്റ്സ്, ഇതുപോലുള്ള പ്ലാന്റ്സ് കണ്ടുപിടിച്ചിട്ട് എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി ചേർക്കുക. ദ മേജർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഫ്ലവേഴ്സ് ഡെവലപ്പ് ആ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ പൂക്കളും എന്താണ്? എല്ലാ ചെടികളും പൂക്കുന്നില്ല. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. എല്ലാ പൂക്കളും കായ്കളായി മാറുന്നില്ല. Have you seen plants growing in places without sufficient? What are their features? ഇവിടെ തന്നിട്ടുള്ള ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? കാക്ടസ് പ്ലാന്റ് ആണിത് അല്ലേ? കള്ളിമുൾച്ചെടി മരുഭൂമിയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാക്ടസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹാവ് യു സീൻ ദ പ്ലാന്റ് ഇൻ വിച്ച് ദ സ്റ്റെം ഈസ് ട്രാൻസ്ഫോംഡ് ആസ് ദ ലീവ്സ്? ദീസ് പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് water. The duty of leaf is performed by the stem itself. എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ടിലകളെ പോലെയാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ? മരുഭൂമിയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന പ്ലാന്റ്സ് ആണ്. കാരണം മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല. ഈ പ്ലാന്റ്സ് ധാരാളമായി മരുഭൂമികളിൽ കാണപ്പെടുന്നു. നീലക്കുറിഞ്ഞി. This is a rare plant that blooms once in 12 years. Once the flowers blooms, it will stay without weathering for up to 3 months. 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം പ്ലാന്റ്സ് ആണ് നീലക്കുറിഞ്ഞി. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 മാസം വരെ ഇവ എന്ത് ചെയ്യുന്നു? വാടാതെ നിലനിൽക്കും. ദേ ആർ ബ്ലൂ ഇൻ കളർ. ഇതിൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? നീലക്കുറിഞ്ഞിയാണ്. നമ്മുടെ കേരളത്തിലെ മൂന്നാറിലാണ് നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 19. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ നേട്ടങ്ങളാണ് പ്ലാന്റ്സിനെ കൊണ്ടുള്ളത്? ദേ ഗീവ് ഷെയ്ഡ്, നമുക്ക് തണൽ തരുന്നു. പ്രൊവൈഡ് ഷെൽട്ടർ അല്ലേ? ഒരുപാട് പക്ഷികൾ, ഇൻസെക്ട്സ്, ബേർഡ്സ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? നല്ല ഷെൽട്ടറാണ്, വാസസ്ഥലം നൽകുന്നുണ്ട്. പ്രൊവൈഡ് ലീവ്സ് ഫ്രൂട്ട്സ് ആസ് ഫുഡ് ടു ഓർഗാനിസം. ജീവജാലങ്ങൾ ഭക്ഷണത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? ലീവ്സും അതിൻ്റെ ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്നു. ഹെൽപ്പ് us ടു ഗെറ്റ് ഫ്രഷ് എയർ. നമുക്ക് ശുദ്ധവായു തരുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻ.
പ്ലാന്റ്സ് ചെടികൾ ഉപയോഗിച്ചിട്ടല്ലേ ഒരുപാട് മെഡിസിൻസ്, തുളസി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഹെൽപ്പ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻസ്, അതായത് മണ്ണൊലിപ്പിനെ തടയുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? എന്താ പറഞ്ഞത്? സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നെക്സ്റ്റ് ലെറ്റസ് അസസ്, വിലയിരുത്താം അല്ലേ. ഇവിടെ താഴെ ഫൈൻഡ് ഔട്ട് ദ നെയിംസ്, അവിടെ താഴെ തന്നിട്ടുള്ള സസ്യങ്ങളുടെ പ്ലാന്റ്സിൻ്റെ നെയിംസ് എഴുതാം. തുമ്പ, റോസ്, കോക്കനട്ട് ട്രീ. അവയുടെ ഫീച്ചേഴ്സ് എന്താണ്? നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് തന്നെയാണ്. തുമ്പയുടെ ഫീച്ചേഴ്സ് എന്താണ്? അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, അതേത് വിഭാഗത്തിൽ പെടുന്നു, ഇതൊക്കെയാണ് അല്ലേ. തുമ്പ ഒരു പ്ലാന്റ് ആണ്, അത് ഹെർബാണ് അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ഓൺലി ഇൻ വൺ കളർ, ഒരു കളറിൽ മാത്രമേ കാണുന്നുള്ളൂ. സോഫ്റ്റ് സ്റ്റെമ്മാണ്. ഹാവ് ഷോർട്ട് ലൈഫ് പ്ലാൻ, കുറഞ്ഞ കാലം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുപോലെ റോസ് എന്താണ്? ഒരു ഷെർബാണ്, കുറ്റിച്ചെടിയാണ്. ഹാർഡ് സ്റ്റെമ്മാണ്, ഫ്ലവേഴ്സിൻ്റെ ഡിഫറൻസ് കളറാണ്. ഹാവ് ലോങ് ലൈഫ് സ്പാൻ, കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ട്. അടുത്തത് കോക്കനട്ട് ട്രീ ആണ്, ഒരു ട്രീ ആണ് അല്ലേ. അതുമാത്രമല്ല ഹാർഡ് സ്റ്റെമ്മാണ്, വെരി ലോങ് ലൈഫ് സ്പാൻ, ഒരുപാട് വർഷം നിലനിൽക്കുന്നു. അത് കൂടുതൽ വളരുന്നുണ്ട്, ഗ്രോസ് സ്റ്റോള്. നെക്സ്റ്റ് കളേഴ്സ് ഇൻ ഫ്ലവേഴ്സ്, പിക്ചേഴ്സ് ഫ്ലവേഴ്സിന് കളർ കൊടുക്കാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഈസ് ഇൻ വൺ കളർ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളർ. ഒരേ സെയിം കളറുള്ള ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളത്തിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് അതിവിടെ എഴുതിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, എല്ലാ കുട്ടികളും എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതിയെടുക്കുക. അത് ഫസ്റ്റ് തന്നിട്ടുള്ളത് തുമ്പ, ജാസ്മിൻ, കണിക്കൊന്ന, മുക്കുറ്റി, സൺഫ്ലവർ, നിശാഗന്ധി, നന്ദ്യാർവട്ടം. ഇതിൽ തുമ്പ, ജാസ്മിന്, അതുപോലെ നിശാഗന്ധി, നന്ദ്യാർവട്ടമൊക്കെ എന്താണ്? വെള്ള അല്ലേ, വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ്. ലാസ്റ്റ് ആക്ടിവിറ്റി, വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് സാപ്ലിംഗ് ദാറ്റ് യു planted? Draw a picture, mark its parts. How does this plant benefit us other organism? നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായിട്ട് ഉണ്ട്, അതിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക അല്ലേ. അതുപോലെ ഈ ചെടി കൊണ്ട് മറ്റുള്ള ഓർഗാനിസം, മറ്റുള്ള ജീവികൾക്ക് എന്തെല്ലാം പ്രധാനമുണ്ടെന്ന്, എന്തെല്ലാം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് എഴുതി ചേർക്കുക. അതുപോലുള്ള എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ്, find out any 5 plants in your surrounding and create their green card using the detail given below. നിങ്ങൾ നട്ടു വളർത്തിയിട്ടുള്ള 5 പ്ലാന്റ്സിനെ കുറിച്ച് എഴുതി അതൊരു ഒരു കാർഡായിട്ട് അല്ലേ, ഒരു ഗ്രീൻ കാർഡായിട്ട് എഴുതി ചേർക്കുക. അതിൽ പ്ലാന്റ്സിൻ്റെ പേര്, അതേത് വിഭാഗത്തിൽപ്പെടുന്നു, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എല്ലാം എഴുതി ചേർക്കുക. ഫീച്ചേഴ്സ് ഓഫ് ദ ലീഫ്, ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്ലവർ, ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം. ലീഫിൻ്റെ, സ്റ്റെമ്മിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതകൾ, എന്താ യൂസസ് ഉള്ളത്, എല്ലാം അതിൽ എഴുതി ചേർക്കാം. കുട്ടികൾ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.